ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റി ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടിനെ 4 ഖണ്ഡികകളായി തിരിച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ റിപ്പോർട്ട് വരാൻ പോകുന്നത്. അത് ഫസ്റ്റ് വരാമത് നമ്മുടെ കറണ്ട് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു അവസാനിച്ചത്, രണ്ടാമത് വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു റിപ്പോർട്ടും, പിന്നെ മൂന്നാമത് എന്തെങ്കിലും ന്യൂസ് വന്നതും റിസൾട്ട് കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ടതായിരിക്കും. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നാലാമതായി വരുന്നതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ നാളത്തേക്കുള്ള അനലൈസിസും, ഏതിന് മുകളിൽ നിന്ന് ബുള്ളിഷ് റെഫറൻസിന് മുകളും ബെയറിഷ് റെഫറൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള അനലൈസും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുഗുപ്തൻ. കുറച്ച് ദിവസമായി ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന പല ട്രേഡേഴ്സും വളരെയധികം സ്ട്രഗിൾ ചെയ്ത് കടന്നു പോകുന്ന ഒരു ട്രേഡിങ്ങിൻ്റെ ടൈം എന്നാണ്. സോ കഴിഞ്ഞ കുറേ ദിവസത്തിന് ശേഷം ട്രേഡിങ് ഞാൻ ഇന്ന് 3 ദിവസത്തിന് ശേഷം ഇന്നാണ് ട്രേഡിങ്. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ട്രേഡ് ഇന്ന് എടുത്ത ട്രേഡൊക്കെ കോസ്റ്റിന് കൊടുത്തു. അതായത് ഒന്നും വച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി മൂവ്മെൻ്റ് ഇല്ല. നിഫ്റ്റി ബാക്കിയുള്ള ഇൻഡെക്സിനെക്കാട്ടി എല്ലാം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. ഒരു ട്രേഡും കിട്ടിയില്ല. 2 പോയിന്റ് ലാഭത്തിന് എനിക്ക് ട്രേഡ് കൊടുക്കേണ്ടി വന്നു. അതുകൂടാതെ എൻ്റെ ചലഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏകദേശം എനിക്കൊരു 18,000-19,000 ലോസ് ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചലഞ്ച് അക്കൗണ്ട്. കാരണം ഞാൻ എടുത്ത ഓപ്ഷൻ 23,300 ഓപ്ഷൻ മാർക്കറ്റ് കയറി 1.25 സമയത്ത് കൂടി അത് ഞാൻ എടുത്ത പ്രൈസിനെ കാട്ടി ഒരു പടി പോലും മുന്നോട്ട് പോകാതെ താഴേക്ക് ഇറങ്ങി വരികയും ഈവൻ ആ ഓപ്ഷൻ ഡിസ്കൗണ്ടിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ വിയേർഡായിട്ടുള്ളൊരു മൂമെൻറ്റ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിൽ അവസാനിച്ചത്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിൽ തന്നെ ആ ഫസ്റ്റ് ഏപ്രിലിൽ തന്നെ കയറിപ്പോയതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ബാങ്ക് നിഫ്റ്റി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിലെ ഹൈ വന്നു, അതൊന്ന് ബ്രേക്ക് ചെയ്ത്, പക്ഷേ ഇല്ല, അതിനകത്ത് തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ചു. നിഫ്റ്റി ആണെങ്കിൽ കൃത്യമായിട്ട് ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ കണ്ടു, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ കിടന്ന് കളിച്ചതല്ലാതെ നിഫ്റ്റി ഒരു പറയത്തക്ക ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ് വന്നു, പിന്നെ ആ ഗ്യാപ്പിൻ്റെ ഏരിയ കിടന്ന് കളിച്ചതല്ലാതെ ഒരു പറയത്തക്ക ഒരു അഡ്വാൻസിങ് ആയിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയ ദിവസമല്ലായിരുന്നു ഇന്ന്. വ്യൂവറിൽ ഒരു ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ വളരെയധികം പ്രീമിയം ലോവർ ലെവലിൽ കിടക്കുന്നതുകൊണ്ട് റൈറ്റ് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു നമ്മളെ മാർക്കറ്റ് ഇന്ന് കടന്നു പോയത്. അപ്പം പൊതുവേ മാർക്കറ്റിൽ ഇന്ന് ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ദിവസം നമുക്ക് വല്ലതായിരുന്നു. പക്ഷേ ഓർത്തുകൊള്ളുക, ഇങ്ങനെയുള്ള ദിവസങ്ങൾ കഴിയുമ്പോൾ അടിപൊളി ട്രേഡിംഗ് ഡേ അല്ലെങ്കിൽ ട്രെൻഡിങ് ഡേ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ദിവസം മിസ്സാക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം പരമാവധി ദിവസങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആ ട്രെൻഡിങ് ഡേയിൽ യു മേക്ക് എ ഗുഡ് ട്രേഡ് സെറ്റ്. സോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ട്രിവാൻഡ്രത്ത് ലൈവ് ട്രേഡിങ്ങിൻ്റെ ഒരു ഹബ്ബ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. സോ നിങ്ങളൊരു ട്രേഡറാണ്, പ്രൊഫഷണൽ ട്രേഡിംഗ് ആണ്, എൻ്റെ കൂടെ ഒരു ടീമിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കൊരു ട്രേഡിങ്ങിൻ്റെ ഹബ്ബുണ്ട്. നിങ്ങൾക്ക് അവിടേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യാം. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ DM ചെയ്യുക. രണ്ടാമത്, ഞങ്ങളുടെ ഈ വരാൻ പോകുന്ന നമ്മളെ ട്രേഡിങ്ങിൻ്റെ ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ച് അറിയുന്നത്, നമ്മളുടെ ട്രേഡിങ് നമ്മളെ സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞു തരികയും അത് നിങ്ങളെ ട്രേഡ് ചെയ്യാൻ പഠിപ്പിച്ചു തരികയും നിങ്ങളെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്ത് നമ്മൾ കാണിച്ചു തരികയും ചെയ്യുന്നതാണ്. അതാണ് ഓഫ്ലൈൻ ബാച്ച് എന്ന് പറഞ്ഞാൽ. ആ ഓഫ്ലൈൻ ബാച്ച് ട്രേഡിങ് അത് പ്രൈസ് ആക്ഷനെ ഓർഡർ ഫ്ലോയുമായിട്ട് ക്ലബ് ചെയ്ത് ക്യാൻഡിൽസ്റ്റിക് അനാലിസിസിൻ്റെ മാർക്കറ്റ് പ്രൊഫൈലുമായിട്ട് ക്ലബ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സെഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം, അതിൽ ചേരണമെന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തംബ്നെയിൽ കാണിച്ച നമ്പറിൽ DM ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ 3 റിസൾട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പം നല്ലൊരു റിസൾട്ട് അല്ല. ഒരു സാധാരണ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നത് പോലെ ആയിരുന്നു. പക്ഷേ വലിയൊരു ഒരു ഡേറ്റയൊന്നും ആക്സിസ് തന്നെ പ്രോഫിറ്റ് ആക്സിസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഒരു ഇയർ ഓൺ ഇയർ ഒരു 4% കൂടിയിട്ടുണ്ട്. 6,304 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് വന്നു. പക്ഷേ അനലിസ്റ്റിൻ്റെ എസ്റ്റിമേറ്റ്സിനെ കാട്ടിയൊക്കെ ഒരു ഓവറോൾ എസ്റ്റിമേറ്റിനെ കാട്ടിയൊക്കെ കുറച്ച് കുറവാണ്. അത് കൂടാതെ അവരുടെ ഇൻട്രസ്റ്റ് ഇൻകം കുറച്ച് കൂടിയിട്ടുണ്ട്. വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ നമ്മുടെ വലിയൊരു
അസറ്റ് ക്വാളിറ്റി കുറച്ച് അതായത് നെറ്റ് ഇൻട്രസ്റ്റ് NIA കുറച്ച് ഗ്രോ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അസറ്റ് ക്വാളിറ്റി പോലുള്ള NPA ഉണ്ടല്ലോ, ഗ്രോസ് NPA നല്ല രീതിയിൽ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. അതായത് കുറച്ച് NPA കുറച്ച് കൂടിയിട്ടുണ്ട്. ആ പെർസെൻറ്റേജ് 1.4 നിന്നും 1.48 സംതിങ്ങിൻ്റെ ആ റേറ്റിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ എന്തുവാണ്, ആ ഒരു റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ റിസൾട്ട് ഒരു ഓവറോൾ ഒരു ഓക്കേയിഷ്, നമ്മൾ പറയുന്ന ഓക്കേയിഷ് റിസൾട്ട് എന്ന് പറയില്ലേ, കൊള്ളാം എന്നാൽ മോശമാണ്, മോശവും അല്ല, അങ്ങനത്തെ ഒരു റിസൾട്ടാണ് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടിൽ നിന്ന് വന്നത്. ആക്സിസ് ബാങ്ക് കഴിഞ്ഞ ക്വാർട്ടർ തൊട്ട് ഈ ക്വാർട്ടർ വരെ ഏകദേശം പറഞ്ഞാൽ 15-20 ഇടയ്ക്ക് ശതമാനത്തോളം ആക്സിസ് ബാങ്ക് അടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ റിസൾട്ട് ആക്സിസ് ബാങ്കിന് താഴേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോകുമോ നാളെ മാർക്കറ്റ്, കാരണം അറിയില്ല, കാരണം ആൾറെഡി മാർക്കറ്റ് അടിച്ചൊക്കെയാണ്. സോ ഇനി നമ്മുടെ റിസൾട്ടിന് എന്തെങ്കിലും നെഗറ്റീവ്, ഇപ്പം ഒരു ഓക്കേയിഷ് റിസൾട്ടാണ് ആക്സിസ് ബാങ്കിന് വന്നത്. 1-2 ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ കൂടി ഒരു ഓക്കേയിഷ് റിസൾട്ട് ആക്സിസ് ബാങ്ക്. നാളെ നോക്കേണ്ടത് അവൻ പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യുമോ ഇല്ല എന്നത്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഇൻഡെക്സ് നിഫ്റ്റിയിൽ പെടുന്നതും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ആക്സിസ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിഫ്റ്റിയുടെ ഏറ്റവും വലിയ ഭീമമായ ഒരാളും നല്ലൊരു IT-യുടെ ഒരു പാക്കും കൂടെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു കിടിലൻ റിസൾട്ട്, ഗുഡ് റിസൾട്ടാണ് ഇൻഫോസിസിൻ്റെത്. അതുകൂടാതെ അവർ 3rd ടൈം ഇൻ എ റോയിൽ അവരുടെ ഗൈഡൻസിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. അത് വളരെയധികം പോസിറ്റീവായ കാരണം ഗൈഡൻസ് കുറച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് IT കമ്പനീസ് എല്ലാം. അതിൻ്റെ ഗൈഡൻസ് അവർ കൂട്ടിയത് വളരെയധികം പോസിറ്റീവായ ഒരു ഘടകമാണ് ഇൻഫോസിസിനെ സംബന്ധിച്ച്. സോ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവാണ്. കമൻട്രീസ് പോസിറ്റീവായി വന്നിട്ടുണ്ട്, ഗൈഡൻസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രൈസിന് വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. കാരണം പ്രൈസ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഏകദേശം ഈ ലെവൽ തന്നെ കിടന്ന് കളിക്കുന്നുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. ഇല്ല എങ്കിൽ IT സ്റ്റോക്സിൻ്റെ ഒക്കെ ഒരു ഗൈഡൻസ് വളരെ കൂടുന്നത് നമ്മളെ റുപ്പി ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒരു ഫാക്ടറും കൂടെ ആയതുകൊണ്ട് വേണം, എന്നെ സംബന്ധിച്ച് ഇൻഫോസിസ് ഒരു പോസിറ്റീവായ റിസൾട്ടാണ് മാർക്കറ്റിൽ ഉള്ളത്. പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാർക്കറ്റിൽ പഠിക്കാൻ കയറാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ബിഗർ പ്ലെയറിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ അതൊക്കെ അനുസരിച്ചായിരിക്കും മാർക്കറ്റ് അതുവഴി ബിഹേവ് ചെയ്യുന്നത്. സോ ICICI ബാങ്കിൻ്റെ റിസൾട്ട് ഒരു ഓക്കേയിഷ്, ആക്സിസ് ബാങ്ക് റിസൾട്ട് ഒരു ഓക്കേയിഷ് റിസൾട്ടുമാണ്. അതുകൂടാതെ ഇൻഫോസിസ് റിസൾട്ട് ഒരു നോർമൽ ഗുഡ് റിസൾട്ടാണ്. ഗൈഡൻസ് പോസിറ്റീവായി വന്നിരിക്കുന്നത് നല്ലൊരു രീതിയിൽ പോസിറ്റീവായ ഘടകം കൂടെയാണ്. പിന്നെ റിലയൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പം അത് കുറച്ച് GRM കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല മാർക്കറ്റിൽ, രാത്രിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. അപ്പോൾ റിലയൻസിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ എന്തുവാണ് ഒരു മൊമെൻറ്റം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുവരെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കിയിട്ട് മാർക്കറ്റിൽ റിലയൻസ് റിസൾട്ട് എന്തെങ്കിലും വരുമോ ഇല്ലേ നോക്കിയിട്ടൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും വളരെയധികം പോസിറ്റീവായ കാര്യമാണ് സംഭവിക്കുന്നത്. നമുക്ക് ഇനി നോക്കേണ്ടത് വേൾഡ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇന്ന് വൈകിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 7 മണിയാവുന്ന സമയത്ത് നമ്മുടെ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിമിനെ കുറിച്ചും റീറ്റെയിൽ സെയിൽസിനെ കുറിച്ചുള്ള ഒരു ഡേ, പിന്നെ ഇന്ന് ഇതാകുമ്പം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും കുറിച്ച് പറയുന്നുണ്ട്. സോ ഇത് പോസിറ്റീവായി വരികയാണെങ്കിൽ മാർക്കറ്റിനൊരു ഒരു മൊമെൻറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നല്ല പോസിറ്റീവായിട്ട് ജോബ്ലെസ് ക്ലെയിം കൂടുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിന് ആക്കം കൂട്ടാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. സോ നിങ്ങൾക്കറിയായിരിക്കും, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വെള്ളിയാഴ്ച വന്ന ഡേറ്റ വളരെയധികം പോസിറ്റീവായിട്ട് കൂടി മാർക്കറ്റ് അടിച്ചു. അപ്പോൾ ഇന്നലെ ചെറിയൊരു നെഗറ്റീവ് ഡേറ്റയിൽ വന്നപ്പോൾ എന്ത് പറ്റി, മാർക്കറ്റ് കയറി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നല്ല ഡേറ്റ വന്നാൽ മാർക്കറ്റ് അടിക്കുകയും ചീത്ത ഡേറ്റ വരികയാണെങ്കിൽ മാർക്കറ്റ് കയറുകയാണ് ചെയ്യണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതെല്ലാം ലിങ്ക്ഡ് ടു എന്താണ്, അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് പൊസിഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. ഇപ്പം നല്ല പോസിറ്റീവ് ഡേറ്റ് വരണമെങ്കിൽ അമേരിക്കൻ എക്കണോമി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ടത് തീരുമാനിക്കും. അപ്പോൾ അത് എക്കണോമിക്ക് നെഗറ്റീവായി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല ഡേറ്റ വരുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് അടിക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരുന്നത്. അത് വെച്ച് ബാക്കിയുള്ള മാർക്കറ്റ് അടിച്ചു വരികയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിനൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിലും നല്ലൊരു രീതിയിൽ മുന്നേ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് ഒരു ഓവറോൾ മാർക്കറ്റിൻ്റെ സമ്മറിയൊക്കെ ഉള്ളത്. നമുക്കിനി നോക്കേണ്ടത് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ്. അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ 1 മണിക്കൂർ തന്നെ ഹൈയും വന്നു. അതിനുശേഷം ചെറിയ എച്ച് പീരീഡിൽ അവൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ കൂടി അത് വലിയ രീതിയിലൊന്നും ബ്രേക്ക് നടന്നില്ല. കാരണം നോർമൽ ഡേ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 450 റേഞ്ചിന് മുകളിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ മെജോറിറ്റി ദിവസങ്ങളിലും
അത് ബ്രേക്ക് ചെയ്താൽ സസ്റ്റെയിൻ ചെയ്യാൻ ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയും നോർമൽ ഡേ എന്ന് പറയും, നോർമൽ ഡേ സ്ട്രക്ചർ. സോ ബാങ്ക് നിഫ്റ്റി നോർമൽ ഡേ സ്ട്രക്ചറാണ്. പി ഒ സി വന്ന് ഫോം ചെയ്തിരിക്കുന്ന 49,430 ഭാഗത്താണ് പി ഒ സി ഫോം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി ആ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ബാങ്ക് നിഫ്റ്റി 49,430 പി ഒ സി വന്നിരിക്കുന്നത്. ഇന്ന് നോർമൽ ഡേ സ്ട്രക്ചറാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആശാൻ വളരെയധികമായിട്ടും ഒന്നും മൂവ് ചെയ്തിട്ടില്ല. സോ പി ഒ സി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 49,430 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പം മാർക്ക് ചെയ്ത് ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 49,719 മുകളിൽ മാത്രമേ ഞാൻ ബൈ ഇട്ടു. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ അടിച്ചിറങ്ങിയ ഈ ഭാഗത്തെ ഹൈ 49,720 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. ഓർത്തോളുക, ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ 49,720 മുകളിലാണ്. അപ്പോൾ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാർക്കറ്റ് കയറുവാനുള്ള ചാൻസ് ആണ് വളരെയധികം കാണുന്നത്. അപ്പോൾ 49,720 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 49,000 എത്രയാണ് 870 ഈ ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് 49,870 ഓക്കെ, 49,870 എന്നെ സംബന്ധിച്ചുള്ള R1. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു, R1. അതിനുശേഷം R2 എവിടെ വരും? R2 എന്ന് പറയുമ്പോൾ അതിനുശേഷം അടുത്ത വരാൻ പോകുന്ന R2 എന്ന് പറയുമ്പോൾ 50,040. എത്രയാണ്? 50,040. സോ 50,040 ആണ് R2. 50,040. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെങ്കിൽ അടുത്തൊരു ലെവൽ വരുന്നത് എന്താണ്? 50,289. ഇതായിരിക്കണം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ മുകളിലേക്കുള്ള ലെവൽ. അത് ഓർത്തുകൊള്ളുക, 50,289. ഇതായിരിക്കും എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ലെവല്. കാരണം ആക്സിസ് ബാങ്ക് റിസൾട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാറുണ്ട്, താഴോട്ടോ മുകളിലോട്ടോ. സോ നാളെ ആക്സിസ് ബാങ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അത് വെച്ചായിരിക്കും നമ്മൾ ഏത് മൂവ് ചെയ്യുന്നത് നാളെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നത്. നമുക്കിനി താഴേക്കുള്ള റെഫറൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. കാരണം നമുക്ക് ബെയറിഷ് വ്യൂ എടുക്കണമെങ്കിൽ ഓർത്തോളൂ. അപ്പം ഇന്നത്തെ താഴേക്കെന്ന് പറയുമ്പോൾ ഈ 49,278 താഴെ നമ്മൾ ബെയറിഷ് റെഫറൻസ് ആണ് 49,278. സോ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 49,278 താഴെയാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡിംഗ്, ഒരു സെല്ലിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ 49,278 താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ എവിടം വരെ പോകാം? 49,050 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യുക. കാരണം ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 49,060 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സി ആണ് എന്നെ സംബന്ധിച്ചുള്ള S1. അതിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിന് താഴെ S2 എന്ന് പറയുന്നത് തികച്ചും എന്തുവാണ്? 48,911 48,911. S2 എന്ന് പറയുമ്പോൾ 48,911 ഭാഗത്തേക്ക് വരുന്നു. അതിന് താഴെ S3 എന്ന് പറഞ്ഞിട്ടുണ്ട്. S3 എന്ന് പറയുമ്പോൾ എവിടെയാണ്? 48,775 ഭാഗത്തേക്കും വരാം, ചുരുക്കി പറഞ്ഞാൽ. സോ 48,775 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? 49,927 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് അടിക്കാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഈ ലെവല് നമുക്ക് നല്ല രീതിയിൽ ആക്ഷൻ തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡെക്സ് ആയ നിഫ്റ്റി സത്യം പറഞ്ഞാൽ തെമ്മാടിത്തരമാണ് നിഫ്റ്റി കാണിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈ ഒരു ഏരിയ കിടന്ന് എത്ര നേരം ഈ ഒരു ചാർട്ടിൽ ആരെങ്കിലും ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക? എനിക്ക് സംശയമാണ്. ഓപ്ഷൻ റൈറ്റേഴ്സിന് പോലും പ്രീമിയം വളരെ കുറവാണ്. എങ്ങനെ റൈറ്റ് ചെയ്ത് മനസ്സിലാവുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു വൃത്തികെട്ട നിഫ്റ്റിയാണ് ഇപ്പോൾ തരാൻ വന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നു. 23,193 ഭാഗത്തൊരു FA വന്നു. അത് പ്രകാരം അതിൻ്റെ ടാർഗറ്റ് 23,449 ആ ടാർഗറ്റ് അതിൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല. രണ്ടാമത് ആ ടാർഗറ്റ് തരണം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇന്നും ഒരു FA ഉണ്ട്. ഏകദേശം ഇന്നത്തെ ലോ 23,362 ഭാഗത്ത് ഇന്നൊരു FA വന്നു. സോ അത് പ്രകാരം അവൻ വേറൊരു ടാർഗറ്റ് എന്താണ്? എത്രയാണ്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 23,362 പ്ലസ് 240 എന്ന് പറയുമ്പം
23,603 നിഫ്റ്റി തരണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ എന്തുകൊണ്ട് വച്ചേക്കുന്നത് 23,600 നിഫ്റ്റി വരുമോ എന്ന് ചോദിച്ചുള്ള ക്യാപ്ഷൻ വച്ചത് ഈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ കൊണ്ടാണ്. അപ്പം നിഫ്റ്റി എന്താണ് ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലോ ട്രേഡ് സെറ്റപ്പാണ് ഫെയിൽഡ് ഓപ്ഷൻ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് സംബന്ധിക്കുന്ന വീഡിയോസ് ഇതിൽ ഉണ്ടാവുന്നതാണ്. സോ ഇന്ന് നിഫ്റ്റി വീണ്ടും ഒരു FA തന്നിരിക്കുകയാണ് 23,362 താഴെ. അത് പ്രകാരം നിഫ്റ്റിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,603 അപ്പം നമുക്ക് 483 490 ഒരു ടാർഗറ്റ് നിൽപ്പുണ്ട്. അതിൽ കൂടാതെ ഈ 603 വേറൊരു ടാർഗറ്റ് ഇന്നത്തെ FA പ്രകാരം വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി മുകളിലോട്ട് കയറണം. പക്ഷെ അത് കയറാൻ നിഫ്റ്റി എന്ത് പിടിച്ചു വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇന്നലെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് മെനിങ്ങാന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ത് പറ്റി, ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ എക്സ്പയറി 23,300 ഭാഗത്ത് തന്നെ അവൻ നടത്തി. ഒരു ചുരുക്കമാറ്റി പറഞ്ഞില്ല. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ VWAP-ഉം POC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 23,385 ഇന്നത്തെ POC. ഇപ്പോൾ ഇന്നത്തെ VWAP എത്രയാണ്? 23,385 നമ്മൾ നിഫ്റ്റിയുടെ POC. സോ 23,385 നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. 23,385. സോ അത് കൃത്യമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. മാർക്കറ്റ് ആ ലെവൽ നിങ്ങൾ നോക്കിയാൽ കൃത്യമായ ആ ലെവലിൽ തന്നെ കിടന്ന് കളിച്ചു. സോ 23,410 മുകളിൽ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് 23,420 മുകളിൽ നിൽക്കുകയാണെങ്കിൽ പയ്യാണ്. 23,420 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് ആണ്. ഒരു ബുള്ളിഷ് റെഫറൻസ് ആണ്. 23,420 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ബൈയിങ്ങിൻ്റെ ചാൻസ് ആണ് ഞാൻ കാണുന്നത്. സോ 420 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോകാം? നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,498. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഇത്രയാണ് 23,490. 23,498 ആണ് നിഫ്റ്റിയുടെ R1. ഇത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് R2 എന്താണ്? R2യുടെയാണ്. R2 എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന അടുത്ത R2 എന്ന് പറഞ്ഞാൽ ഈ POC 23,584. 23,584 ഇതാണ് R2. ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാക്സിമം പിന്നെ കൂടിപ്പോയാൽ നമ്മുടെ FA ടാർഗറ്റായ 23,603 23,603 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഏരിയ കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട താഴേക്കുള്ളത്. താഴേക്കെന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 23,363. അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 23,000 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം എന്താണ്? 23,362. 23,362 ഇന്നത്തെ എൻ്റെ ആർസൽ 362 അല്ല. ഇന്നത്തെ ലോ എന്ന് പറയുമ്പോൾ 23,346. ഓക്കെ, 23,346 ഭാഗത്താണ് എനിക്ക് ഇന്ന് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർത്ത് 23,346 + 242. അപ്പം 23,584 ടാർഗറ്റ് കേട്ടോ. FAയുടെ ടാർഗറ്റ് അതാണ്. അപ്പോൾ R3 ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. സോ R2 വരെ നിങ്ങൾ നോക്കുക. 584 നോക്കിയാൽ മതി. ഇനി താഴേക്ക് 346 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. എന്താണ് ബെയറിഷ് റെഫറൻസ്? 23,346. സോ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സെല്ലിങ്ങിനെ കുറിച്ച് വേണം ചിന്തിക്കാൻ. സോ ഫസ്റ്റ് അകല നിലയിൽ എവിടം വരെ പോകാമെന്ന് പറയുമ്പോൾ പുറത്തുകൊള്ളുക. തിരിച്ച് വീണ്ടും അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ POCയുടെ ഭാഗത്തേക്ക് വരാം. 23,268 ഈ POCയുടെ ഭാഗത്തേക്ക് വരാം. ഈ ഒരു POC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ 23,269 270 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. 346 പൊട്ടിയാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത എത്രയാണ്? 23,223 ഭാഗത്തേക്കും വരാം. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള S2. ഇതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. S2 എന്ന് പറയുമ്പോൾ 23,220. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ മാക്സിമം ഒരു ലെവല്. കാരണം നിഫ്റ്റി അതിനപ്പുറത്തേക്ക് പോകുന്നില്ല, ഇറങ്ങുന്നില്ല. അപ്പോൾ സോ ഇതായിരിക്കണം നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. സോ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഞാൻ സമ്മറി പറഞ്ഞു. നമ്മുടെ മാർക്കറ്റ് എന്താണ്? നിഫ്റ്റി ന്യൂട്രൽ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി നോർമൽ ഡേ ആയിരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് ഓക്കെ റിസൾട്ട് ആയിരുന്നു. ഇൻഫോസിസ് റിസൾട്ട് നല്ലൊരു ഗുഡ് റിസൾട്ട് ആയിരുന്നു. വേൾഡ് മാർക്കറ്റൊക്കെ ഒരു ഫ്ലാറ്റ് ടു ഒരു ചെറിയൊരു മൈനസിലാണ് ഇപ്പോൾ ഡൗ ജോൺസും ബാക്കിയുള്ള കാര്യങ്ങൾ നിൽക്കുന്നത്. ഇത് ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ ഇന്ന് വരാൻ പോകുന്ന 7 മണിക്ക് വരാൻ പോകുന്ന ഡേറ്റയെ നമ്മളെ പ്രധാനപ്പെട്ട ഡേറ്റ ബൈസ് ചെയ്തായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്ന നാളെ, അതായത് നമ്മൾ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡിങ് ഡേ വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചിടുക. അതുകൂടാതെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ലൈവായി ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടി അതും ബന്ധപ്പെടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.